ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോള്യൂം 1-ൻ്റെതായി പുറത്തു വന്ന 4 എപ്പിസോഡ്സിൽ 3 നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് ഫുൾ ഓഫ് ആക്ഷൻസും സർപ്രൈസിങ് മൊമെന്റ്സും ആയിട്ടുള്ള 4th എപ്പിസോഡ് കൂടി നോക്കിയേക്കാം. നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കമോ. സോ ചാപ്റ്റർ 4 സോഴ്സറർ എന്ന 4th എപ്പിസോഡ് തുടങ്ങുന്നത് ഫാം ഹൗസിൽ തങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഡെറിക്കിനെ സേഫ് ആക്കി വെക്കാൻ ശ്രമിക്കുന്ന റിയൽ വേൾഡിലെ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ ബോധം വീണിരിക്കുന്ന ഡെറിക് അവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. വെഗ്ന നല്ല രീതിക്ക് തന്നെ അവനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോയ്സ് അവനെ കൺവിൻസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തങ്ങൾ പറയുന്നതെല്ലാം അവൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന ധാരണയിൽ ജോയ്സ് ഡെറിക്കിന്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുന്നെങ്കിലും ഇവിടെയാണ് ഡെറിക് അത്യാവശ്യം ഇന്റലിജന്റ് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഫ്രീ ആയ ഡെറിക് എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ലെന്ന് കണ്ട അവൻ ബാണിലെ ഉയർന്ന ഒരു സർഫസിലേക്ക് കയറി പിടികൊടുക്കാതെ നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ടീമിന് ഇപ്പോൾ അവനോട് കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ബിക്കോസ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഡെമോഗോർഗൻ ഇപ്പോൾ ഫാം ഹൗസിന് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. വില്ലിന് അത് തന്റെ വിഷനിലൂടെ കാണാനും സാധിക്കുന്നുണ്ട്. അവന്റെ ഹൈവ് മൈൻഡ് കണക്ഷൻ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. ഡോറ് തകർത്ത് അകത്തേക്ക് വരുന്ന ഡെമോഗോർഗനെ ജോയ്സ് ഒരു ആക്സ് കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ പരമാവധി അറ്റാക്സ് ഏറ്റുവാങ്ങിയത് കൊണ്ടാവാം അല്പം വീക്ക് ആയിരിക്കുന്ന ഡെമോഗോർഗൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം പിന്നിലേക്ക് ഒഴിഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ ബാക്കിലേക്ക് നീങ്ങി വഴിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൃത്യസമയത്ത് അവിടെ എത്തുന്ന സ്റ്റീവും കൂട്ടരും അതിനെ കാറ് കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്നു. തൽക്കാലം ഒരു അംഗത്തിന് കൂടെ ബാല്യമില്ലാത്തത് കൊണ്ടാവാം ഡെമോഗോർഗൻ വേഗം പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് ഡൗണിലേക്ക് രക്ഷപ്പെടുന്നു. സ്റ്റീവ് നാൻസിയുടെ കൂടെ പെർമിഷനോടെ കടുത്ത ഒരു തീരുമാനം എടുക്കുന്നു. റിയൽ വേൾഡിൽ നിന്നുകൊണ്ട് തങ്ങൾക്കിപ്പോൾ അധികം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവൻ കാർ ആ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഗേറ്റിലൂടെ ഡ്രൈവ് ചെയ്ത് കയറ്റി അപ്സൈഡ് ഡൗണിൽ ചെന്ന് ഡെമോഗോർഗനെ ട്രാക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു റിസ്കി ഡ്രൈവിംഗ് അറ്റംപ്റ്റിലൂടെ അവരും അപ്സൈഡ് ഡൗണിലേക്ക് എത്തുന്നു. ഈ സമയം വിൽ തന്റെ വിഷനിലൂടെ വെഗ്നയുടെ ഡഞ്ചനിൽ ട്രാപ്ഡായി കിടക്കുന്ന ഹോളിയെയും മറ്റു 3 കുട്ടികളെയും കാണുന്നു. താൻ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകാൻ വിൽ അവ ഫാം ഹൗസിലെ ഒരു ചുമരിൽ വരച്ചു കാണിക്കുന്നു. ഒപ്പം വെഗ്ന ടോട്ടൽ 12 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിയതായി പറയുന്നുണ്ട്. വെഗ്നയ്ക്ക് ഈ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അത് താൻ മനസ്സിലാക്കിയത് വെഗ്ന ആഗ്രഹിച്ചുകൊണ്ടല്ല എന്നും ഒരു ഫീലിംഗ് വില്ലിനുണ്ടാവുന്നുണ്ട്. സംഭവം അവന്റെ ഹൈവ് മൈൻഡ് കണക്ഷൻ വെഗ്ന വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവണം. അതേസമയം മിലിറ്ററിയും റിയൽ വേൾഡിൽ 9-10 വയസ്സുള്ള കുട്ടികളെ അപകടങ്ങളിൽ നിന്നും സേഫാക്കി വെക്കാൻ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതായി മൈക്കൽ ലൂക്കസും കാണുന്നു. പക്ഷെ സത്യത്തിൽ അവർ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് മിലിറ്ററിക്ക് അറിയില്ല എന്നൊരു ഹിന്റ് കൂടെ ഇതിലുണ്ട്. കാരണം ഡോക്ടർ കെയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി നടക്കുന്നത്. ആൻഡ് അവർ ഇപ്പോഴും കരുതുന്നത് 11 ആണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നാണ്. സോ ഈ കുട്ടികളെ തടഞ്ഞു വെച്ച് 11 ഇവിടേക്ക് ലിയോർ ചെയ്യാമെന്നാണ് അവരിപ്പോഴും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിവേ, കുട്ടികളെ കൊണ്ടുപോകുന്നത് തങ്ങൾ കണ്ട വിവരം മൈക്കൽ ലൂക്കസും ടീമിനെ അറിയിക്കുന്നു. സോ കുട്ടികളെ ആർമി ഇപ്പോൾ മാക്സി ക്യാമ്പിലേക്ക് എത്തിച്ച് ബാരക്കുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയം റോബിൻ താൻ കണ്ടിട്ടുള്ള ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന സിനിമയിലേതിന് സമാനമായ മെത്തേഡ്സിലൂടെ ബാരക്കിനടിയിലൂടെ ഒരു ടണൽ ഉണ്ടാക്കി അകത്ത് കടന്ന് അതുവഴി കുട്ടികളെ രക്ഷിക്കാം എന്നൊരു പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അവർക്കിതിന് ഒരു ഇൻസൈഡ് പേഴ്സൺ ആയിട്ട് ഡെറിക്കിന്റെ സഹായം കൂടി ആവശ്യമാണ്. താൻ ഇതുവരെ കണ്ട സംഭവങ്ങളിലൂടെ ഡെറിക്കിന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. സോ അവൻ ഇതിന് സമ്മതിക്കുന്നു. ഇനി നമ്മൾ മാക്സിലേക്കും ഹോളിയിലേക്കും വരുമ്പോൾ ഇപ്പോൾ മാക്സ് ആണ് സത്യത്തിൽ ഹോളിക്ക് മുമ്പ് കിട്ടിയ ഹെൻറിയുടെ പേരിലുള്ള ആ ലെറ്റർ എഴുതിയതെന്ന് അവൾ കൺഫ്യൂസ് ചെയ്യുന്നു. ഹോളിയോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. കേവിനുള്ളിൽ താൻ താമസിക്കുന്ന സ്ഥലം ഹോളിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നതിനെ പറ്റിയൊക്കെ അവൾ ഹോളിയോട് പറഞ്ഞു കൊടുക്കുന്നു. തങ്ങൾ ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ വെഗ്നയുടെ, അതായത് ഹെൻറിയുടെ തന്നെ മെമ്മറീസിൽ ഒന്നിലാണെന്നും ഇത് തനിക്ക് അറിയാവുന്നത് താൻ കോമയിലായത് മുതൽ ഹെൻറിയുടെ ഓരോ മെമ്മറീസിലായി മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്നുമാണ് മാക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കേവിൽ നിന്നും ഹോളി കാണുന്ന ഈ വ്യൂ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നുമെങ്കിലും സത്യത്തിൽ തങ്ങൾ ഹെൻറിയുടെ മെമ്മറി ജയിലിൽ തന്നെ ആണെന്ന് കൂടി മാക്സ് പറയുന്നു. തുടർന്ന് വെഗ്ന തന്നെ ഓൾമോസ്റ്റ് മരിച്ച അവസ്ഥയിലാക്കിയതിനു ശേഷമുള്ള കാര്യങ്ങളെ പറ്റി കൂടി അവൾ പറയുന്നുണ്ട്. അറ്റാക്കിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ അവൾ ഹോക്കിൻസ് ലാബിലെ റെയിൻബോ റൂമിലാണ്. അവിടെ ഹെൻറി ചെയ്ത മാസക്കറിന്റെ ബാക്കി പത്രങ്ങളാണ് അവൾ കാണുന്നത്. ശേഷം ഒരു ഡോർ തുറന്നിറങ്ങിയ അവൾ കാണുന്നത് 1959-ലെ, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹോക്കിൻസ് ഹൈസ്കൂളാണ്. അവിടെ അവൾ ജോയ്സിന്റെ യങ്ങർ വേർഷനെ ഉൾപ്പെടെ കാണുന്നുണ്ട്.
ആ ജോയ്സിന്റെ കയ്യിൽ സ്കൂൾ നാടകമായ ഒക്ലഹോമയുടെ പോസ്റ്റർ കാണുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സിൽ വളരെ ക്ലിയറായി ഹെൻറി ക്രീലിനെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ഓരോ മെമ്മറിയിൽ നിന്നും അടുത്തതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ഫൈനലി അവൾ റണ്ണിങ് അപ്പ് ദാറ്റ് ഹിൽ എന്ന തന്റെ ഫേവറേറ്റ് സോങ് കേൾക്കുന്നു. ആ മ്യൂസിക് ഫോളോ ചെയ്തു പോയാൽ തനിക്ക് ഫൈനലി തിരിച്ചെത്താമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. ബട്ട് സാഡ്ലി മ്യൂസിക്കിനെ പിന്തുടർന്ന് പോകുന്ന അവൾക്ക് തന്റെ തന്നെ പല ടെറിബിൾ മെമ്മറീസ് ആണ് കാണാൻ കഴിഞ്ഞത്. അതിൽ വെഗ്ന തന്നെ ഓൾമോസ്റ്റ് കൊന്ന ദിവസം രാത്രിയിലെ ഇൻസിഡൻസ് പോലും ഉണ്ടായിരുന്നു. ബട്ട് ഒടുവിൽ അവൾ റിയൽ വേൾഡിലേക്കുള്ള ഒരു പോർട്ടൽ കണ്ടു. അവിടെ ലൂക്കസ് അവൾക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഹോപ്പ്ഫുൾ സീൻ. പക്ഷെ അവൾക്ക് ആ പോർട്ടലിലേക്ക് ഓടിയെത്താൻ കഴിയുന്നതിന് മുൻപ് ടേപ്പ് പ്ലേ ചെയ്ത് തീർന്നുപോയി. ആൻഡ് ലൂക്കസിന് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞതുമില്ല. പെട്ടെന്ന് ഹെൻറി അവിടെ പ്രത്യക്ഷപ്പെടുകയും മാക്സിനെ രക്ഷപ്പെട്ട് ഓടേണ്ടിയും വരുന്നു. ഓടി ഒടുവിൽ അവൾ ഇപ്പോൾ അവരുള്ള ആ കേവിലേക്ക് എത്തി. എന്തോ കാരണത്താൽ ഹെൻറിക്ക് ഈ കേവിനുള്ളിലേക്ക് വരാൻ കഴിയില്ല. അവൻ അതിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്ന് മാക്സിന് മനസ്സിലായി. സോ പിന്നീട് അങ്ങോട്ട് അവൾ അതിനുള്ളിൽ തന്നെ ഒളിച്ചു കഴിയാൻ ആരംഭിച്ചു. എ റിങ്കിൾ ഇൻ ടൈം എന്ന ഫാന്റസി നോവലിലെ ഡാർക്ക് പ്ലാനറ്റ് ആയ കാമസോട്സ് പോലെയാണ് ഈ സ്ഥലം എന്നാണ് ഹോളിക്ക് മനസ്സിലാക്കാൻ പാകത്തിന് മാക്സ് ഇവിടം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. തങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ തനിക്കൊരു പ്ലാൻ ഉണ്ടെന്നും എന്നാൽ അതുവരെ ഹെൻറിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഹോളി ക്രീൽ ഹൗസിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് കൂടി മാക്സ് പറയുന്നു. അപ്സൈഡ് ഡൗണിൽ ഇപ്പോൾ ഡെമോഗോർഗനെ പിന്തുടർന്നു പോയ സ്റ്റീവും കൂട്ടരും മുൻപ് 11ഉം ഹോപ്പറും കണ്ട ആ വാളിൽ കാർ ചെന്ന് ക്രാഷ് ചെയ്ത് അവിടെ പെട്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ വോക്കി ടോക്കി വഴി ഹോപ്പറിനോടും 11നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ ഹോപ്പർ എത്തിയ ഭാഗത്തല്ല, അവിടെ നിന്ന് വാളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവരിപ്പോൾ ഉള്ളത്. പക്ഷെ ഹോപ്പറിനും 11നും ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. കാരണം അവരിപ്പോൾ അപ്സൈഡ് ഡൗണിലെ മിലിറ്ററി ക്യാമ്പിൽ നുഴഞ്ഞു കയറാനും സീക്രട്ട് വോൾട്ടിനുള്ളിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള മറ്റൊരു പ്ലാനിലാണ്. അവരെ പിന്നെ കോൺടാക്ട് ചെയ്യാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഹോപ്പർ കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിക്കുന്നു. പിന്നീട് തന്റെ ജോമെട്രി നോളജ് ഉപയോഗിച്ച് ഡസ്റ്റിൻ വാൾ സത്യത്തിൽ ഹോക്കിൻസിനെ ചുറ്റി ഒരു ഫുൾ സർക്കിളായിട്ടാണ് നിൽക്കുന്നതെന്നും അതിന്റെ ഒത്ത നടുക്ക് വരുന്നത് ഹോക്കിൻസ് ലാബ് ആണെന്നും മനസ്സിലാക്കുന്നു. റിയൽ വേൾഡിൽ ഹോക്കിൻസിനുള്ള ഗ്രൂപ്പിന് ഇപ്പോൾ ഡെറക്കിനെ മാക്സിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യിച്ചു കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. അവൻ അതിനുള്ളിൽ മിസ്റ്റർ വാട്സിറ്റിനെ പരിചയമുള്ള കുട്ടികളെ, അതായത് വെഗ്നയുടെ ഇനിയുള്ള വിക്ടിംസിനെ കണ്ടെത്തി ഒന്നിച്ചു ചേർക്കുകയും തുടർന്ന് പുറത്തുള്ള ഗ്രൂപ്പ് അതിന് താഴെ ഉണ്ടാക്കുന്ന ടണൽസിലൂടെ അവരെ പുറത്തെത്തിക്കുകയും ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ പറഞ്ഞു തീർക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത് പ്രാവർത്തികമാക്കാൻ. കാരണം കുട്ടികൾ ഡെറക്കിനെ കാര്യമായി എടുക്കുന്നില്ല. പുറത്ത് ഗ്രൂപ്പ് തങ്ങളുടെ മിഷൻ നടത്താനായി സഞ്ചരിക്കവേ വില്ലും മൈക്കും തമ്മിലുള്ള സ്വീറ്റ് മൊമെന്റ്സ് ആൻഡ് കോൺവെർസേഷൻസ് നടക്കുന്നു. വില്ലിനോട് അവന്റെ ഹൈവ് മൈൻഡ് കണക്ഷനെ പറ്റി മൈക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മൈക്കിന്റെ കെയറിങ്ങോടെയുള്ള സംസാരം വില്ലിനൊരു ഗുഡ് ഫീലിംഗ് നൽകുന്നുണ്ട്. ആൻഡ് ഇത്തരം ഫീലിംഗ്സിനെ പറ്റി ധാരണയുള്ള റോബിനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം അവർ ടണൽസിലായിരിക്കവേ വില്ലിന് മൈക്കിനോടൊരു ക്രഷുള്ള കാര്യം മനസ്സിലാക്കിയ റോബിനും വില്ലും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ നടക്കുന്നു. താൻ ആരാണെന്നും ആരാകാൻ സാധിക്കുമെന്നും കണ്ടെത്തുന്നതിന് തന്നെ സഹായിച്ച ഒരു പ്രണയത്തെ പറ്റി അവൾ വില്ലിനോട് പറയുന്നു. നമ്മൾ പലപ്പോഴും മറ്റൊരാളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന മാജിക് സത്യത്തിൽ നമുക്കുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് അഡ്വൈസ് ചെയ്യുന്ന റോബിൻ വിൽ അവന്റെ ട്രൂ സെൽഫ് എംബ്രേസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം വിൽ സ്വയം തിരിച്ചറിയുന്നതിനേക്കാൾ പവർഫുൾ ആണ് അവൻ എന്നാണ് റോബിന്റെ വ്യൂ പോയിന്റ്. ഇപ്പോൾ ക്യാമ്പിൽ ഒടുവിൽ ഡെറക്കിന് കുട്ടികളിൽ കുറെ പേരെ കണ്ടെത്താനും അവരെ വാഷ്റൂമിനെ ടണലിന്റെ എൻട്രൻസിലൂടെ ലൂക്കസിന്റെ മൈക്കിന്റെ സഹായത്തോടെ ബാരക്കിന് പുറത്തേക്ക് എത്തിക്കാനും സാധിക്കുന്നു. പക്ഷെ കഷ്ടകാലത്തിന് ഈ അറ്റംപ്റ്റ്സിനിടയിൽ നടക്കുന്ന ഫിസിക്കൽ ഇമ്പാക്ട്സ് കാരണം ഉള്ളിലെ ഒരു വാട്ടർ പൈപ്പ് ലീക്ക് ആകുകയും തുടർന്നുണ്ടാകുന്ന നോയ്സസ് വഴി അരുതാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മിലിറ്ററി ഗാർഡ്സ് അലർട്ട് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ 11ഉം ഹോപ്പറും മിലിറ്ററി ക്യാമ്പിലേക്ക് ബ്രേക്കിംഗ് ചെയ്ത് കയറിക്കഴിഞ്ഞു. പക്ഷെ അതിനുള്ളിൽ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് വോൾട്ട് തുറക്കാൻ ശ്രമിക്കവേ അവളെ വീക്ക് ആക്കുന്ന അൾട്രാസൗണ്ട് വേവ്സ് ആക്ടിവേറ്റ് ആവുകയും അവൾക്ക് വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അലാം സെറ്റ് ഓഫ് ആയതറിഞ്ഞ് അതിന്റെ കാരണം ചെക്ക് ചെയ്യാൻ എത്തുന്ന ഡോക്ടർ കെ നിലത്ത് വേദനയോടെ കിടന്നു പൊളയുന്ന 11നെ കണ്ട് സന്തോഷിക്കുന്നു. ഇതിനിടെ ഹോപ്പർ തന്നെ പിന്തുടർന്ന് വരുന്ന സോൾജിയേഴ്സിനെ വകവരുത്തുന്നെങ്കിലും ഈ സീസണിലെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ കണ്ട അവിടെയുള്ള വലിയ ടെന്റക്കിൾസ് ഉള്ള ക്രീച്ചർ അയാളെ പിടികൂടി സ്ട്രാങ്കിൾ ചെയ്യാൻ തുടങ്ങുന്നു. തനിക്ക് അറിയാത്ത എന്തോ 11ഉം ഹോപ്പറിനും അറിയാമെന്നും അതുകൊണ്ടാണ് അവർ ഇവിടേക്ക് വന്നതെന്നും മനസ്സിലാക്കുന്ന ഡോക്ടർ കെ ആ റീസൺ എന്താണെന്ന് പറയാൻ അവരെ നിർബന്ധിക്കുന്നു. ഇതിനിടെ 11 തന്റെ പവേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവ വർക്ക് ആകുന്ന മട്ടില്ല. പിന്നീട് കുറെ ഫൈറ്റ്സിനൊടുവിൽ ഹോപ്പർ ഫ്രീ ആവുകയും ഡോക്ടർ കെയെ ആദ്യം ഗൺ പോയിന്റിൽ നിർത്തുകയും പിന്നീട് അവരെ തലക്കടിച്ച് നോക്കൌട്ട് ചെയ്തുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ബാഡ്ജ് കൈക്കലാക്കുകയും ചെയ്യുന്നു. ഹോപ്പർ 11നോട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയി നാൻസിയെയും കൂട്ടരെയും കണ്ടെത്താൻ പറയുന്നു. എന്നാൽ ഹോപ്പർ അയാളുടെ നെഞ്ചിൽ ഡൈനമൈറ്റ് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 11 കാണുമ്പോൾ അവളിപ്പോൾ വീക്ക് ആയതിനാൽ അയാൾ തന്നെ നേരിട്ട് വോൾട്ടിനുള്ളിൽ കടന്ന് വെഗ്നയെ കൊല്ലാൻ അറ്റംപ്റ്റ് ചെയ്യാനാണ് തന്റെ ശരിക്കുള്ള പ്ലാൻ എന്ന് ഹോപ്പർ കൺഫസ് ചെയ്യുന്നു.
ഒരു സൂയിസൈഡ് ബോംബിംഗ് ആയിട്ടുള്ള ഈ അറ്റംപ്റ്റ് അയാളെ കൊല്ലുമെന്ന് തിരിച്ചറിയുന്ന 11 ഹാർട്ട് ബ്രോക്കൺ ആകുന്നെങ്കിലും അവളിപ്പോൾ വളരെ ടയേർഡ് ആയതിനാൽ ഹോപ്പറെ തടയാൻ അവൾക്ക് കഴിയുന്നില്ല. ഹോപ്പർ ഇപ്പോൾ ഒറ്റയ്ക്ക് വോൾട്ടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. റിയൽ വേൾഡിൽ ഇപ്പോൾ ജോയ്സിനെയും മൈക്കിനെയും വില്ലിനെയും മിലിറ്ററി പിടികൂടിയിരിക്കുകയാണ്. എങ്കിലും കുറെ കുട്ടികളെ ഇതിനോടകം തന്നെ അവർ പുറത്തെത്തിച്ച് റോബിനും മുറയ്ക്കും ഒപ്പം ഒരു ട്രക്കിൽ കയറ്റി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ മിലിറ്ററി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടെ വില്ലിന് മാക്സിയുടെ തന്നെ ഒരു വിഷൻ ഉണ്ടാവുകയും അതോടൊപ്പം അവിടുത്തെ ലൈറ്റ്സ് ഫ്ലിക്കർ ചെയ്യാനും തുടങ്ങുന്നു. അതായത് ഡെമോഗോർഗൺ അവിടേക്ക് വരികയാണ് എന്നതിന്റെ സിഗ്നൽ. പക്ഷെ ഇപ്പോൾ ഒരെണ്ണം അല്ല, ഗ്രൗണ്ടിൽ പലയിടത്തായി പോർട്ടൽ ഗേറ്റ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിരവധി ഡെമോഗോർഗൻസ് ആണ് അവിടേക്ക് കടന്നു വരുന്നത്. ഇനി അങ്ങോട്ട് നടക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീരീസിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസുകളിൽ ഒന്നാണ്. അവിടെ സോൾജിയേഴ്സ് ഡെമോഗോർഗൻസിനെ കൊല്ലാൻ ശ്രമിക്കുകയും അവ തിരിച്ചും അറ്റാക്ക് ചെയ്യുകയും ഒക്കെയാണ്. ഇതിനിടെ മൈക്ക്, ഡെറിക്, ജോയ്സ്, വിൽ എന്നിവർ മറ്റ് 2 കുട്ടികളുമായി രക്ഷപ്പെടാനും ശ്രമിക്കുന്നു. പക്ഷെ സോൾജിയേഴ്സ് ഡെമോഗോർഗൻസിന് മേൽ ഫയർ പ്രയോഗിക്കുമ്പോൾ ഹൈവ് മൈൻഡ് കണക്ഷൻ കാരണം അത് എല്ലാ ഡെമോഗോർഗൻസിനെയും അഫക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒപ്പം പാവം വില്ല് കൂടി ഇതേ കാരണത്താൽ താഴെ വീണ് വേദന കൊണ്ട് പിടയുന്നു. തുടർന്ന് അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നതിന് മുൻപ് അപ്സൈഡ് ഡൗണിലെ ഒരു മേജർ മൊമെന്റിലേക്ക് കൂടി എപ്പിസോഡ് നമ്മളെ കൊണ്ടുപോകുന്നു. 11 മുന്നിലെ വോൾട്ടിന്റെ ഡോർ ഓപ്പൺ ചെയ്യപ്പെടുന്നു. അതിലൂടെ പുറത്തേക്ക് വരുന്നത് ഹോപ്പർ ആണ്. അയാൾ മരിച്ചിട്ടില്ല, വെറുതെ നമ്മളെ കുറെ ടെൻഷൻ അടുപ്പിച്ചു. എനിവേ, അയാൾക്ക് 11 വോൾട്ടിനുള്ളിൽ എന്തോ കാണിക്കാനുണ്ട്. അവിടെ മിലിറ്ററി ഒരാളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. പക്ഷെ അത് വെക്നയല്ല, പകരം പവർഫുൾ തന്നെയായ മറ്റൊരാളാണ്. അവിടെ ഉണ്ടായിരുന്നത് ഖാലിയാണ്. അതായത് സെക്കൻഡ് സീസണിൽ നമ്മൾ കണ്ട 11 സിസ്റ്റർ എന്ന് വിളിക്കുന്ന നമ്പർ 8. അന്ന് സീസൺ 2-ൽ ഗംഭീര ഫാഷനിലൊക്കെ കണ്ട പാവം ആർമിയുടെ പിടിയിലായി ഇപ്പോൾ തലയൊക്കെ മൊട്ടയടിച്ച് ആകെ ഒരു കോലത്തിലായിട്ടുണ്ട്. തിരിച്ച് റിയൽ വേൾഡിലെ മാക്സിയിലേക്ക് പോവാം. ഇപ്പോൾ ഒരു പോർട്ടൽ ഗേറ്റിലൂടെ സാക്ഷാൽ വെക്ന തന്നെ അവിടേക്ക് എത്തുന്നു. കാഴ്ചയിൽ നമ്മൾ മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു പുതിയ കുറച്ചുകൂടെ ബ്രൂട്ടൽ ഫോമിലാണ് വെക്ന. അവന്റെ വരവോടെ ഡെമോഗോർഗൻസ് ഇപ്പോൾ ശക്തി വീണ്ടെടുത്തിരിക്കുന്നു. അവർ കുട്ടികളെ പിടികൂടി അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോവുകയാണ്. വെക്ന സോൾജിയേഴ്സിൽ ഏറെക്കുറെ എല്ലാവരെയും വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ശേഷം അവൻ വില്ലിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. തന്റെ പവർ ഉപയോഗിച്ച് വെക്ന വില്ലിനെ നിലത്തു നിന്ന് ഉയർത്തുകയും തന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിവർത്തി നിർത്തുകയും ചെയ്യുന്നു. കുട്ടികൾ വളരെ വീക്ക് ആൻഡ് വൾണറബിൾ ആയതുകൊണ്ടാണ് താൻ തന്റെ പ്രവർത്തികൾക്കായി അവരെ തിരഞ്ഞെടുക്കുന്നതെന്നും വില്ലും അത്തരത്തിൽ വളരെ ദുർബലനായതുകൊണ്ടാണ് പണ്ട് അവനെയും താൻ പിടികൂടിയതെന്നും വെക്ന വിശദീകരിക്കുന്നു. വില്ലിന് മേൽ ഓൾറെഡി താൻ എക്സ്പെരിമെന്റ് ചെയ്തതുകൊണ്ട് ഇനിയും അതിന് കഴിയുമെന്ന് താൻ മനസ്സിലാക്കിയതായും വെക്ന പറയുന്നു. ശേഷം വില്ലിനെ കൊല്ലുന്നതിന് പകരം പുച്ഛത്തോടെ അവനെ അവിടെ ഉപേക്ഷിച്ച് വെക്ന തിരികെ അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നു. എന്നാൽ ഇപ്പോൾ വെക്ന പോയ ശേഷം വിൽ വീണ്ടും വിഷൻസ് കാണാൻ തുടങ്ങുന്നു. 3 സ്ഥലങ്ങളിലായി റോബിനെയും മൈക്കിനെയും ലൂക്കസിനെയും കൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന ഡെമോഗോർഗൻസിന്റെയും കണ്ണിലൂടെയുള്ള കാഴ്ചകളാണ് അവൻ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്റെ കുട്ടിക്കാലവും മൈക്കിനൊപ്പമുള്ള കുഞ്ഞിലത്തെ മെമ്മറീസും ഒക്കെ ഒരു മോണ്ടാജ് പോലെ കാണുന്നു. കൂടാതെ റോബിന്റെ അഡ്വൈസ് കൂടെ ഓർക്കുന്ന അവൻ തന്റെ ട്രൂ സെൽഫ്, തന്റെ എബിലിറ്റീസ് എന്നിവയിൽ വിശ്വസിച്ചുകൊണ്ട് അവയെ എംബ്രേസ് ചെയ്യുന്നു. അതോടെ അവന് വല്ലാത്തൊരു പവർഫുൾ ഫീലിംഗ് ഉണ്ടാവുന്നു. തുടർന്നുള്ള ഒരു ഗൂസ് ബംസ് സീക്വൻസിൽ വില്ലിന് തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പവേഴ്സ് ഉപയോഗിച്ച് 3 ഡെമോഗോർഗൻസിനെ തന്റെ സുഹൃത്തുക്കളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ കഴിയുകയാണ്. അതായത് 11-േതിനും വെക്നയുടേതിനും സമാനമായ പവേഴ്സ്. അവൻ ഡെമോഗോർഗൻസിനെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, വെക്ന മുൻപ് വിക്ടിംസിനെ ചെയ്തതുപോലെ അവയുടെ കൈകാലുകളും കഴുത്തുമൊടിച്ച് അവയെ കൊല്ലുകയും കൂടെ ചെയ്യുന്നു. ഹൈവ് മൈൻഡിലേക്ക് കൂടെ കണക്ഷൻ ഉള്ളത് കണക്കാക്കുമ്പോൾ ഇപ്പോൾ 11-േക്കാൾ പവർഫുൾ ആയിരിക്കുന്നതായി നമുക്ക് തോന്നിപ്പിക്കുന്ന വില്ലിന്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നിടത്ത് ഒരു അൾട്ടിമേറ്റ് ക്ലിഫ് ഹാങ്ങറോടെ എപ്പിസോഡ് 4-ഉം ഒപ്പം സീസൺ 5 വോളിയം 1 തന്നെയും അവസാനിക്കുന്നു. സോ അതാണ് ചാപ്റ്റർ 4 സോർസറർ എന്ന 4th എപ്പിസോഡ് ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 1. തരാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ത്രില്ലിംഗ് മൊമെന്റോടെയാണ് വോളിയം 1 അവസാനിച്ചിരിക്കുന്നത്. ഇനി വോളിയം 2 കാണാൻ കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്താൽ മതി. ഡിസംബർ ലാസ്റ്റ് വീക്ക് ആണ് അതിലെ 3 എപ്പിസോഡ്സ് എത്തുക. ആൻഡ് വോളിയം 3-ലെ ഒരേ ഒരു എപ്പിസോഡായ ഓൾമോസ്റ്റ് ഒരു സിനിമയുടെ തന്നെ ലെങ്ത് ഉള്ള ഗ്രാൻഡ് ഫിനാലെ ജാൻ ആദ്യവും റിലീസാവും. എപ്പിസോഡ്സ് എത്തുമ്പോൾ അവയെ പറ്റിയും അതിനു മുമ്പായി തോട്ട്സ് ആൻഡ് തിയറീസ് ഡിസ്കസ് ചെയ്തുകൊണ്ടും വീഡിയോസ് ചെയ്യാം എന്നാണ് കരുതുന്നത്. അതിനായി നിങ്ങളുടെയും അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും വേഗം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.